ഇവിടെ ഒരു സ്നൈപ്പറിന് ഓപ്പൺ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലീഡറെ കൊല്ലാനായിട്ടുള്ള മിഷൻ വരികയാണ്. പിന്നെ ആ മീറ്റിംഗിൽ ലക്ഷക്കണക്കിന് പേരുമുണ്ടാവും. ആ ക്രൗഡിന്റെ ഇടയിൽ ഒരാളായിട്ട് നമ്മുടെ ഹീറോയുമുണ്ട്. ഈ സ്നൈപ്പർ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് ടൈമിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നു. ആ പ്രസ് മീറ്റിംഗ് കഴിയാനായിട്ടുണ്ടാവും. ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ടൈമിലാണെങ്കിൽ അവിടെ ഒരു പോലീസ് ഓഫീസർ വാച്ച് നോക്കുന്നുണ്ടാവും. ആക്ച്വലി ഈ പോലീസ് ഓഫീസർക്കും ആ ലീഡർ ചാവണം. അങ്ങനെ കറക്റ്റ് ടൈം ആയതും ഇവൻ ട്രിഗർ ചെയ്യുകയാണ്. പക്ഷേ ആ ലീഡർ ആണെങ്കിൽ ബുള്ളറ്റ് നിന്ന് മിസ്സാവും. അവിടെയുള്ള സെക്യൂരിറ്റി ശ്രദ്ധിക്കുന്നതിന് മുമ്പേ വേറൊരു ബുള്ളറ്റ് വന്ന് അവന്റെ തലയിൽ കയറും. ഫസ്റ്റ് അറ്റംപ്റ്റ് മിസ്സായതുകൊണ്ട് തന്നെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ആ ലീഡർ ഓൾറെഡി മരിച്ചിട്ടുണ്ടാവുക. പക്ഷേ സെക്കൻഡ് ടൈം ഷൂട്ട് ചെയ്തത് ഇവനായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വേറെ ആരോ ആണ് ആ ലീഡറിനെ കൊന്നിട്ടുണ്ടാവുക. ഇതെന്താണ് നടന്നതെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക. ഇത് ഹീറോയും കാണുകയാണ്. ആ സെയിം ടൈമിൽ തന്നെ ആ പോലീസ് ഓഫീസർ ബുള്ളറ്റ് വന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എല്ലാ പോലീസുകാരെയും കൊണ്ടുപോകും. ആ സ്നൈപ്പർ ആണെങ്കിൽ പോലീസുകാർ വന്നതിന് മുന്നേ രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ അവിടെ എത്തുന്ന പോലീസ് ആണെങ്കിൽ അവനോട് മറിച്ചൊന്നും ചോദിക്കാതെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതിനുശേഷം ഈ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇയാൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്ന 2 empty സ്നൈപ്പർ റൈഫിൾസ് മിസ്ലീഡ് ചെയ്യാനായിട്ട് അവിടെ ഇടുകയാണ്.